നമസ്കാരം. നിഫ്റ്റി ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തിരി ക്രൂഷ്യലായിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് നമ്മൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ അതൊരു ബിഗിനർ ബേസ്ഡ് വീഡിയോ ആണ്. എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്, ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ചീറ്റ് ചെയ്യപ്പെടുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫേഴ്സിലാണ്. അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി ആയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് നമ്മൾ മലയാളികൾ കൂടുതൽ പറ്റിക്കപ്പെടുന്നത്. അത്ര റിട്ടേൺസ് തരാം എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചിട്ട് നമ്മൾ പറ്റിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പം പലർക്കും ഇത് ഭയമാണ്. പിന്നെ പണം എവിടെയെങ്കിലും ഫണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ. കാരണം എന്താണ്, പറ്റിക്കപ്പെടുമോ എന്നുള്ളൊരു വേവലാതി അകത്തിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പറ്റിക്കപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമുക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ നോളേജ്, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് സാമ്പത്തിക സാക്ഷരത നമുക്ക് വേണ്ടത്ര രീതിയിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ എന്താണ് അത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രോവിങ് അവർ വെൽത്ത് ഓൺ എ പീരിയഡ് ഓഫ് ടൈം. ഒരു പീരിയഡ് ഓഫ് ടൈമിൽ ഇപ്പോൾ അതൊരു 1 year ആകാം, അല്ലെങ്കിൽ ഒരു 15 years ആവാം, 15 വർഷമാവാം. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ വെൽത്ത്, ഇവിടെ വെൽത്താണ് ഗ്രോ ചെയ്യുന്നത്, നമ്മുടെ പൈസ അല്ല, വെൽത്താണ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ അസറ്റ്സ് ഗ്രോ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ, ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു 10,000 രൂപ ഉണ്ടെന്ന് വെച്ചോളി. ഇതിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും? ഒന്ന്, ആ 10,000 രൂപ നിങ്ങൾക്ക് ബാങ്കിലിട്ടിട്ട് FD ആയിട്ട് ഇൻട്രസ്റ്റ് മേടിക്കാൻ പറ്റും. മറ്റൊന്ന്, അതുപോലെ തന്നെ ഷെൽഫിലെടുത്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഈ പൈസ നമ്മൾ ഷെൽഫിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വേറൊരു ഫാക്ടർ ഉണ്ട് ഈ ഫണ്ടായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിന് ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ പണപ്പെരുപ്പം. അപ്പോൾ ഇപ്പം നമുക്ക് 10,000 രൂപക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു സാധനം 10 വർഷം കഴിഞ്ഞാൽ 10,000 രൂപക്ക് മേടിക്കാൻ പറ്റില്ല, 15,000 രൂപ കൊടുത്തിട്ടേ മേടിക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പൈസയുടെ പർച്ചേസിങ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഷെൽഫിൽ എടുത്തു വെച്ചാലുള്ള കുഴപ്പം. അപ്പോൾ ഈ എടുത്തു വെക്കുന്ന പൈസ എവിടെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു വെച്ചാൽ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഈ പർച്ചേസിങ് പവർ അതിൻ്റെ കുറയൂല, ഇൻഫ്ലേഷനെ ബാധിക്കില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് കുരുമുളക്, ബ്ലാക്ക് പെപ്പർ നമ്മൾ 10,000 രൂപക്ക് ഇപ്പോൾ മേടിച്ച് വെച്ചാൽ ഒരു പക്ഷേ അടുത്ത വർഷം നമുക്കത് 15,000 രൂപക്ക് വിൽക്കാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മളെ പൈസ എന്ത് ചെയ്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബ്ലാക്ക് പെപ്പറിൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു. നമ്മൾ ഷെൽഫിൽ തന്നെ നമ്മളെ പൈസ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ്, അതിൻ്റെ പർച്ചേസിങ് പവർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാലറീഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും നമുക്കൊരു അഡീഷണൽ ഇൻകം എന്ന് പറയാൻ പറ്റില്ല. ഇൻകം എന്ന് പറയുന്നത് ഓവർ ആൻ ഇയർ, ഒരു ഇയറിൻ്റെ ഉള്ളിൽ റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വരുമാനത്തിനാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. മറ്റ് 15-20 വർഷം വെച്ചിട്ട് എടുക്കുന്നതിന് നമ്മൾ വെൽത്ത് ജനറേഷൻ എന്നാണ് പറയുക. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റിലയൻസ് ആവട്ടെ അല്ലെങ്കിൽ ടാറ്റ ആവട്ടെ, ഇവരൊന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇവരൊക്കെ ജനറേറ്റ് ചെയ്യുന്ന വെൽത്ത്, നമ്മൾ സമ്പന്നതയിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ വെൽത്താണ് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പല മെത്തേഡുകളുണ്ട്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗവൺമെൻറ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യാം? അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റോക്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഏത് കാര്യത്തിന് റിസ്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ 15 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയില്ല സ്റ്റോക്ക് മാർക്കറ്റ് ഏത് രീതിയിൽ ആക്ട് ചെയ്യുന്നുള്ളത്. അറിയോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച്
ഒരു അത്യാവശ്യം നോളേജ് വേണം. ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം എല്ലാവർക്കും ഉള്ള സംശയമാണ് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. 100 രൂപ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ മതി. എവിടെ നമുക്ക് ആപ്പ് സ്റ്റോക്സ് അല്ലെങ്കിൽ സെറോദ പോലത്തുള്ള ബ്രോക്കേഴ്സിൻ്റെ അക്കൗണ്ട്സിൽ ഇവരുടെ അക്കൗണ്ട്സിൽ നമ്മൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് 100 രൂപ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം, സ്റ്റോക്സ് ബൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പോലത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ സ്റ്റോക്സ് എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. സാധാരണക്കാരുടെ ഇപ്പോൾ നമുക്കെങ്ങനെ പിന്നെ ഗ്രോത്തുള്ള സ്റ്റോക്ക് ഇത്രയും കാലം ഹോൾഡ് ചെയ്യുമ്പോൾ 15 വർഷം കൊണ്ട് ഇത് ഡിപ്രീസിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിലോ, അപ്പോൾ ഇതെങ്ങനെ കണ്ടെത്താം? അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. സ്റ്റോക്സിൻ്റെ കേസിൽ ഏത് സ്റ്റോക്കാണ് ഗ്രോത്ത് ചെയ്യുക. ഇപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മീഡിയം റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുക. ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റാണ് പിന്നെ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആകുമ്പോൾ റിട്ടേണും വളരെ കുറവായിരിക്കും. ഇപ്പോൾ മീഡിയം റിസ്ക് എടുക്കുന്ന താല്പര്യമുള്ളവർക്ക് പറ്റുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെ ചെയ്യാം? ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, അതിലൂടെ തുടങ്ങാം നമുക്ക്. ഇപ്പോൾ എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് ഫോർ എക്സാമ്പിൾ. അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ പോവാം? നമുക്ക് തന്നെ വണ്ടി എടുത്തിട്ട് നമുക്ക് തന്നെ ഗൂഗിൾ ലൊക്കേഷൻ നോക്കിയിട്ട് നമുക്ക് തന്നെ അവിടെ ചെല്ലാൻ പറ്റും, അതൊരു വഴി. അല്ലെങ്കിൽ നമുക്ക് ടാക്സി വിളിച്ചിട്ട് അവിടെ ചെല്ലാൻ പറ്റും. ഇത് നമ്മളുടെ വ്യത്യാസം എന്താ? നമ്മൾ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോകുമ്പോൾ അതിനകത്തുള്ള എല്ലാ റിസ്ക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനകത്ത് നമ്മൾ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ അതിനകത്ത് നമുക്ക് ആർക്കും പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല. നമ്മൾ തന്നെ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നെ എന്തെങ്കിലും ഷോർട്ട് കട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം, നമുക്ക് അറിയാവുന്ന കേസാണെന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മൾ വണ്ടി വിളിച്ച് പോവുകയാണെങ്കിലോ നമ്മൾക്ക് ഇരുന്ന് കൊടുത്താൽ മതി, അവരെത്തിച്ചോളും, ഒരു റിസ്ക് നമ്മൾക്കില്ല. പക്ഷേ ആ റിസ്ക് കുറയുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ ടാക്സിക്ക് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും, ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. നമുക്ക് തന്നെ സ്വന്തം വഴി വെട്ടിയിട്ട് സ്റ്റോക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. അതിനെന്ത് ചെയ്യണം? നല്ല ഡീപ്പായിട്ടുള്ള നോളേജ് വേണം. പൊതുവേ ഉള്ള വിലയിരുത്തൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ വാരൻ ബഫറ്റ് പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു അവസ്ഥ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കേസ് നമ്മൾ ടാക്സി വിളിക്കാമെന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികളുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ETF-ലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അവരായിരിക്കും അലോക്കേഷൻ നടത്തുന്നത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു നിപ്പോണിൻ്റെ ഒരു നിഫ്റ്റി 50യുടെ ഒരു ഇൻഡെക്സിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോണ്ട് സ്മോൾ ക്യാപ്പിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ എത്ര പെർസെൻറ്റേജ് ഒരു ഇൻഡെക്സിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട്, ഇപ്പോൾ നിഫ്റ്റി 50യിലാണെന്നുണ്ടെങ്കിൽ 50 സ്റ്റോക്കിലായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുക. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസിനാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഫണ്ട് പോവുക അതിലോട്ടായിരിക്കും. ഇത് എത്ര പെർസെൻറ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മളെ മ്യൂച്വൽ ഫണ്ട് കമ്പനീസാണ് തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് ലാർജ് ക്യാപ്പ് ഫണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ടാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്. ഇപ്പോൾ നിഫ്റ്റി 50യിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് എത്ര വെയിറ്റ്, അതിൻ്റെ നിഫ്റ്റി 50യിലെ വെയിറ്റേജ് കമ്പനീസിൻ്റെ വെയിറ്റേജിനനുസരിച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ലാർജ് ക്യാപ്പ് ഫണ്ടിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് കമ്മീഷൻസും കാര്യങ്ങളൊക്കെ കൂടും. അതിൻ്റെ കാരണം എന്താ? ലാർജ് ക്യാപ്പ് അത് എത്ര പെർസെൻറ്റേജ് എത്ര കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസാണ് തീരുമാനിക്കുന്നത്. ഇൻഡെക്സ് ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി തീരുമാനിക്കപ്പെട്ടതാണ് എത്ര പെർസെൻറ്റേജ്. ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ നിഫ്റ്റി 50ൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റിലയൻസ്, HDFC, ഇൻഫോസിസ് തുടങ്ങിയ എല്ലാവർക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളൊരു 100 രൂപ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലോട്ടായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോവുക. അത് കുറച്ചും കൂടെ സേഫ് ആൻഡ് സെക്യൂറാണ്. അതാണ് കൂടുതൽ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും നല്ലത് ETF ഇതുപോലത്തെ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കൂട്ടിക്കോ. അപ്പോൾ നമ്മൾ ബിഫോർ ഇൻവെസ്റ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഒന്ന്, റിസ്ക് ടോളറൻസ്. നമുക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ വേണ്ടി പറ്റും, നമ്മുടെ ടോളറൻസ് കപ്പാസിറ്റി, ഹൗ മച്ച് റിസ്ക് യു ആർ വില്ലിങ് ടു ടേക്ക്.
നമുക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഉൾക്കാഴ്ച വേണം. ഒരു 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 മിനിമം ധാരണ നമുക്ക് വേണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഷെൽഫിൽ തന്നെ നമ്മുടെ ഫണ്ട് അവിടെ വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ ടൈം ഇറ്റ്സ് ഡിപ്രീസിയേറ്റ് ഡ്യൂ ടു അതിൻ്റെ പർച്ചേസിംഗ് പവർ കുറയും. അതുപോലെ തന്നെ അതിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് അതിനെ ബാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അവിടെ ഒരു ഫണ്ടിൻ്റെ ഒരു ഡിമിനിഷൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനപ്പുറത്ത് അതുമാത്രം പോരാ, അപ്പുറത്ത് കുറച്ചും കൂടെ നമ്മൾ റിസ്ക് എടുക്കണം. അപ്പോൾ ആ റിസ്ക് എടുക്കുന്ന കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ലിമിറ്റിൻ്റെ അപ്പുറത്തുള്ള ഒരു റിസ്ക് നമ്മൾ തലയിൽ എടുത്തു വെച്ചാൽ അത് നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം വേണം. എനിക്ക് എത്രത്തോളം റിസ്ക് ഇതിനകത്ത് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഗോളാണ്. അതായത് ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ലക്ഷ്യം വേണം. വെറുതെ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഫോർ എക്സാമ്പിൾ 10 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 10ാമത്തെ വർഷം എനിക്കൊരു വാഹനം വാങ്ങണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസറ്റ് എന്തെങ്കിലും വാങ്ങിച്ചു വെക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എൻഗേജ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഗോള്, കറക്റ്റ് ആയിട്ട് ഇത് എപ്പോൾ അവസാനിപ്പിക്കണം, എപ്പോൾ തുടങ്ങണം, എത്ര ഈ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ടോ, ഇതിനകത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണം 5 വർഷം വരെ ഇത്ര എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കൂട്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതുപോലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ നോളേജ്, ഫിനാൻഷ്യൽ ഗോള് നമുക്ക് ഇതിനകത്ത് ഒരു മുൻകൂട്ടി തന്നെ വേണം. നമ്മളിത് എവിടം കൊണ്ട് അവസാനിപ്പിക്കണം, അത് ഒരുപാട് നമ്മുടെ അവസാന കാലം വരെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടിയിട്ട്, അതിനൊരു ഉപയോഗം വേണം, അത് എപ്പോൾ അവസാനിപ്പിക്കണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് വേണം. ഇനി നെക്സ്റ്റ് ആയിട്ട് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യമാണ് ടൈം ഹൊറിസോൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഗോളായിട്ട് ചേർന്ന് പോകുന്ന ഒരു പോയിന്റ് തന്നെയാണ് ടൈം ഹൊറിസോൺ. വെൻ ഡു യു നീഡ് മണി? അതായത് എപ്പോഴാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത മണി വിഡ്രോ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താൽ അത്രയും ഉള്ളൂ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിലുണ്ടായി. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ, പ്രധാനപ്പെട്ട പോയിന്റ് ഡൈവേഴ്സിഫിക്കേഷൻ. സ്പ്രെഡ് യുവർ ഇൻവെസ്റ്റ്മെന്റ് ടു മിനിമൈസ് റിസ്ക്. നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? നമ്മൾ ഒരിക്കലും ഫണ്ട് ഒരു ഫണ്ട് ഹോൾഡറുടെ കൈ കൊണ്ട് കൊടുക്കരുത്. നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ETF-ലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നിഫ്റ്റി 50 ഇൻവെസ്റ്റ് ചെയ്യാം, നിഫ്റ്റി നെക്സ്റ്റ് 50, അത് ജൂനിയർ ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ ITBസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ETF-കളാണ്. ETF-നെ കുറിച്ചിട്ട് നമുക്ക് വരും എപ്പിസോഡുകളിൽ പുതിയ വീഡിയോകൾ നമുക്ക് ചെയ്യാം. അങ്ങനെ ഏത് രീതിയിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ മിഡിൽ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റിസ്ക് ടോളറൻസ് അനുസരിച്ച് നമുക്ക് റിസ്ക് എടുക്കാൻ കപ്പാസിറ്റി, ഇപ്പോൾ അത്യാവശ്യം റിസ്ക് എടുക്കാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സ്മോൾ ക്യാപ്പിൽ ഗ്രോത്ത് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ റിസ്ക്കും ലോസ് വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അപ്പോൾ റിസ്ക് അപ്പിറ്റേറ്റ് അനുസരിച്ച് നമ്മൾ റിസ്ക് എടുക്കാനുള്ള നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോ ഷുഡ് ബി ഡൈവേഴ്സിഫൈഡ്. നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം. അതെന്ത് ചെയ്യും, നമ്മുടെ റിസ്കുകൾ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 10,000 രൂപ സ്മോൾ ആൻഡ് മിഡ് ആൻഡ് ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ അലോക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ സ്മോൾ ക്യാപ്പിൽ ചെറിയ ലോസ് വന്നു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ലാർജ് ക്യാപ്പിൽ ചെറിയ ലോസ് വന്നു കഴിഞ്ഞാൽ മറ്റേ മീഡിയം ക്യാപ്പിലും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിലുള്ള ലാഭം കൊണ്ട് ആ റിസ്ക് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ റിസ്ക് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫീസ് ആൻഡ് എക്സ്പെൻസസ്. ഇത് ആരും അധികം കൺസിഡർ ചെയ്യാത്തൊരു പോയിന്റ് ആണ്. പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം നമ്മൾ ഇത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് 10-15 വർഷത്തോട്ടാണ്. അപ്പോഴേ നമുക്ക് കോമ്പൗണ്ടിങ് എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഫീസ് ആൻഡ് ഫൈൻസ് ആൻഡ് എക്സ്പെൻസസ്. അണ്ടർസ്റ്റാൻഡ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസുകൾ നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്ന പൈസയല്ല. അപ്പം പല ആളുകളും ഇപ്പോൾ നേരത്തെ മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞ ടാക്സിയുടെ എക്സാമ്പിൾ. അപ്പോൾ പല ടാക്സിയും പല ചാർജാണ് ഈടാക്കുക. അപ്പോൾ
നമുക്ക് ബെറ്റർ സർവീസ് കിട്ടുന്ന പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സിൻ്റെ അടുത്ത് ഫണ്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതിൻ്റെ ഫീസ് എക്സ്പെൻസസിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ലെങ്തി വീഡിയോ ആണ്, സോറി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് വർത്തായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ആസ് എ ബിഗിനർ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങണം, വളരെ ചെറിയ രീതി ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. എങ്ങനെ ഇപ്പോൾ 100 രൂപ വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങണം. ഇപ്പോൾ ETF അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ SIPസിലൊക്കെ 100 രൂപ വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, മ്യൂച്വൽ ഫണ്ടിലൊക്കെ. അപ്പം നമുക്ക് ഒരു കേരളീയൻ എന്ന മലയാളി എന്നുള്ള നിലക്ക് ഒരു SIPയും അതുപോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. നമ്മൾ ഇന്ന് തന്നെ ഇൻവെസ്റ്റ് നൗ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് തന്നെ നമ്മുടെ ഇന്ത്യൻ ഇക്കണോമി മുന്നോട്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് നൗ. എന്താ നിങ്ങളെ ഫണ്ട് ഗ്രോ ചെയ്യും. നിങ്ങൾ വീട്ടിൽ വെച്ചിരുന്നുകൊണ്ട് അതിൻ്റെ ടൈം വാല്യൂ അനുസരിച്ച് അതിൻ്റെ അതായത് അതിൻ്റെ എന്താ പറയുക, ഇൻഫ്ലേഷൻ കൊണ്ട് നമ്മുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു പോവുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, സൈനിങ് ഓഫ്.